പറയുന്നതിനൊരു കാരണമുണ്ട്. ഇത് പ്രസംഗിക്കാൻ, ഇത് മനസ്സിലാകുന്ന വിധത്തിലൊന്ന് നിങ്ങളുടെ അടുത്തെത്തിക്കാൻ എനിക്ക് കഴിയണമെന്ന് ഞാൻ ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുടെ നടുക്ക് നിന്ന് പ്രസംഗിക്കേണ്ട വിഷയമാണ്. എവിടെയെങ്കിലും പ്രസംഗിക്കേണ്ട വിഷയമല്ല. അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുടെ നടുക്ക് നിന്നോ മുമ്പിൽ നിന്നോ പ്രസംഗിക്കേണ്ട വിഷയമാണ്. സംഖ്യയുടെ പുസ്തകം 13, 14 ആ അധ്യായത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ. ഹല്ലേലൂയ. ഇത് പറയാൻ നേരത്ത് 13-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്നറിയോ? കാനാൻ ദേശം ഒറ്റുനോക്കുന്നു. ഇതെന്നറിയോ? എല്ലാവരും ഇത് ശ്രദ്ധിച്ചാൽ ഉപകാരമാ. ജോഷുവ, ഇതൊരു വായിച്ച കുറച്ച് കാര്യം ആദ്യം ഒന്ന് പറയാം. 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. നോക്കാൻ വേണ്ടി, എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടി കുറെ ആൾക്കാരെ കാനാൻ ദേശത്തേക്ക് ആരയച്ചു? മോശ അയക്കാൻ തീരുമാനിച്ചു. നിങ്ങളോട് ആരെങ്കിലും പറയുന്ന അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കല്ല്. അതാ പറയുന്നത്. വേറൊരാൾ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവർ പറയുന്നത് ആ പരീക്ഷ എഴുതണ്ടെന്നാ, അവർ പറയുന്നത് ആ സ്ഥലം മേടിക്കണ്ടെന്നാ, ഇവർ പറയുന്നത്, അവരും ഇവരും പറയുന്നത് കേട്ട് തീരുമാനമെടുക്കരുത്. ദൈവത്തോട് പ്രാർത്ഥനയിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. എങ്കിൽ നിങ്ങളും ഒരു കാനാൻ ദേശത്ത് എത്തിയിരിക്കും. ഇതിനകത്ത് ഭയങ്കര അഭിപ്രായം കേട്ടോണം. മോശയോട് ദൈവം പറഞ്ഞു, കുറച്ചു പേരെ അയക്ക്, കാനാൻ ദേശം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അങ്ങനെ പോയി. 17-ാമത്തെ വാക്യം. ചാരവൃത്തിക്ക് അയക്കുമ്പോൾ, അതായത് മോശ അവരെ കാനാൻ ദേശത്തേക്ക് ഇത് നോക്കി എന്നാന്ന് അഭിപ്രായം പറയാൻ വേണ്ടി അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു. മോശ പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്ത് പോയി രഹസ്യമായി സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വാ. മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിന്ന് നെഗേബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ. നിങ്ങൾ ഈ സ്ഥലത്തേക്ക്, ആ മലമ്പ്രദേശത്തേക്ക് പോകുക. നാട് ഏത് വിധമുള്ളതാണ്? അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ? അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ? അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ? അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ? ഏതാണെന്ന് പോയി നോക്കിയിട്ട് വാ. ആരാരെ പറഞ്ഞു വിട്ടു? മോശ നേതാക്കന്മാരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചു. നിങ്ങൾ നോക്കിയിട്ടൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു. പോയി. അങ്ങനെ പറഞ്ഞു. എന്തൊക്കെയാ? നല്ലതാണോ ചീത്തയാണോ, കൊള്ളാവുന്നതാണോ, കുറവുണ്ടോ, ആൾക്കാരെങ്ങനെയുണ്ട്, ഭയങ്കര ആരോഗ്യമുള്ളവരാണോ, എല്ലാം നോക്കാൻ പറഞ്ഞു വിട്ടു. അത് മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. മുന്തിരിപ്പഴം ശേഖരിക്കുന്നതിനോടടുത്ത കാലമായിരുന്നു ഇവർ പോയപ്പോൾ. ഇനി 21-ാമത്തെ വാക്യം. അവർ പോയി സിൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവരെല്ലാം രഹസ്യമായി നോക്കി, എല്ലാ കാര്യവും ഭംഗിയായിട്ട് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, മുന്തിരി പഴുത്ത് ഫലം പറിച്ചെടുക്കാൻ പറ്റിയ സമയത്താ, മുന്തിരിയുടെ സീസണാ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. 22-ാമത്തെ വാക്യം. അവർ നെഗേബ് കടന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ശേഷായി. ഇനി അവർ പോയി മുന്തിരിക്കൊമ്പുകൾ കുലയോടുകൂടി മുറിച്ചെടുത്ത് 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നു കൊണ്ടുപോന്നു. പോന്നപ്പോൾ മുന്തിരിപ്പഴം പറിച്ചൊന്നുമില്ല, കമ്പടക്കം മുറിച്ചുകൊണ്ട് പോന്നു. പിന്നെ കുറെ മാതളവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രായേൽക്കാൽ മുന്തിരിക്കൊല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന പേര് കിട്ടി. ഇവർ പോയിട്ട് എന്നാക്കെ കൊണ്ടുവന്നു? മുന്തിരി കൊണ്ടുവന്നു, മാതളപ്പഴം കൊണ്ടുവന്നു, അത്തിപ്പഴം കൊണ്ടുവന്നു. എന്നിട്ട് ആ സ്ഥലത്തിനൊരു പേര് വിട്ടു, എഷ്കോൾ താഴ്വര എന്ന പേരിട്ടു. ഇതെല്ലാം നല്ലതാ. ഇനി പറഞ്ഞ വാക്കുകളെല്ലാം നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞവര്. ഇനി അവർ പോയിട്ട് പറഞ്ഞു തന്നത് എന്നാണെന്നറിയാമോ? 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. പറഞ്ഞു,
അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ വന്ന് മോശയെയും അഹറോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചു. ആ 27-ാമത്തെ വാക്യം, അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാലും തേനും ഒഴുകുന്നതാണത്, ഇതാണ് ഇവിടുത്തെ പഴങ്ങൾ. ഇനി 28-ാമത്തെ വാക്യം ഫുൾ നെഗറ്റീവ് പറഞ്ഞു. പറഞ്ഞത് കേട്ടോ, എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. ജനങ്ങളൊന്നും ശരിയല്ല, ജനങ്ങൾക്കൊക്കെ ഭയങ്കര മല്ലന്മാരാണ്, പിടിച്ചു തിന്നാൻ വരുന്നവന്മാരാണ്, ഭയങ്കര അടിക്കാൻ നിൽക്കുന്ന പോലെ ഇവര് നിൽക്കുന്നത്. നെഗറ്റീവാ പറഞ്ഞ്, ഭയങ്കര മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. അതെല്ലാം ചുറ്റും കോട്ടകളാ, നമുക്കങ്ങനെയൊന്നും അവിടെ കയറാൻ പറ്റത്തില്ല, ഭയങ്കര തടസ്സമാ. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ജർമ്മനിക്കോ നിങ്ങളുടെ മക്കൾ ഫ്രാൻസിലോ ഇറ്റലിക്കോ ഒക്കെ പോകുമ്പോൾ പറയും, അയ്യോ ഭയങ്കര തടസ്സമാ, നിങ്ങളൊന്നും പോകാൻ നോക്കണ്ട കേട്ടോ, എല്ലാം ബുദ്ധിമുട്ടാ കേട്ടോ, ഇപ്പൊ പോകുന്നവരെയൊക്കെ ആരും കയറ്റുന്നില്ല, തിരിച്ചു വിടുവാ അല്ലേ. ഓരോ കാര്യം നോക്കുമ്പം അത് നടക്കുകയല്ല കേട്ടോ, അത് ശരിയല്ല, അവ നാടങ്ങനെയാ, അവിടെ ഉള്ളവരിങ്ങനെയാ, അവിടെ ഉള്ളവർ തന്നെ ഇങ്ങോട്ട് പോരാൻ നോക്കുക. നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ച് പോകുമ്പോൾ മുഴുവൻ ആൾക്കാരും പോസിറ്റീവ് പറയണമെന്നൊന്നുമില്ല. അയ്യോ നിങ്ങൾ അവിടെ വീട് വെക്കാൻ പോവുകയാണോ, ആ വീടിൻ്റെ അതിലേക്കൂടെ ഒരു പോക്ക് വരവുണ്ട് കേട്ടോ. ഓ ഉണ്ടോ, എന്നാൽ ഇതെങ്ങനെയായാലും വിറ്റേക്കാം. അയ്യോ നിങ്ങളാണോ ഇവിടെ പോയി സ്ഥലം മേടിച്ചത്, അവിടെ ആ പഞ്ചായത്തിലവിടെ വെള്ളമില്ലെന്നറിഞ്ഞുകൂടെ. അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കുന്നവരാ പലരും. നമ്മൾ എന്തേലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പം കൈയടിച്ച് പാസ്സാക്കൂന്നൊന്നും ആരും വിചാരിച്ചേക്കില്ല. ഇവരെന്നാ വന്ന് പറഞ്ഞ്, ഒരു വന്ന് പറയുക, അവിടെ മുന്തിരിപ്പഴവും അത്തിപ്പഴവും മാതളവും ഒക്കെ ഉണ്ട്, പക്ഷേ ജനങ്ങളൊന്നും ശരിയല്ല. പിന്നെ അവിടെ എല്ലാം ഫുള്ള് മതിൽ കെട്ടി വച്ചേക്കുവാ. ഇനിയും പറഞ്ഞവര്, മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അവിടെ അനാക്കിമിന്റെ കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല കേട്ടോ, അങ്ങോട്ടൊന്നും പോകണ്ട, ശരിയാവില്ല. ഒരാൾക്കും പോണമെന്ന് അഭിപ്രായം ഇല്ല. അവരുടെ അഭിപ്രായം കേട്ട് പുറകോട്ട് പോവുമായിരുന്നെങ്കിൽ ഒരൊറ്റയോരണം കാനാൻ ദേശത്ത് എത്തിയല്ലായിരുന്നു. അഭിപ്രായം പലതായപ്പോഴും മോശയും പ്രാർത്ഥനയുള്ള മനുഷ്യർ പ്രാർത്ഥിച്ചു തീരുമാനമെടുത്തെന്നറിയോ, എന്തു പ്രയാസമുണ്ടെങ്കിലും മുന്നോട്ട് പോക്കോ. മുന്നോ അവിടെ അനാക്കിമിന്റെ ആൾക്കാരോ അവിടെ ഭയങ്കര മല്ലന്മാരോ ചുറ്റും മതിലോ തടസ്സോ എന്തു ഉണ്ടാകട്ടെ, അത് ദൈവം നമുക്ക് തന്ന ദേശമാണ്. നിങ്ങൾ മനുഷ്യരുടെ വാക്ക് കേട്ട് തീരുമാനം എടുത്തേക്കല്ലേ കേട്ടോ. ഇത് പറയാൻ വേണ്ടി ഇത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഇത് ബോറായി തോന്നിക്കാണും ചിലപ്പോ. ഇത് നമുക്ക് ഉപകാരമാണ്. നമ്മളൊരു സ്ഥലത്ത് വീട് വെക്കാൻ പോകുമ്പോൾ നാട്ടിലുള്ളവർക്ക് മുഴുവൻ എന്നാ അഭിപ്രായമാ. നിങ്ങളുടെ കൊച്ചു ഇന്ന രാജ്യത്തേക്ക് പോകുമ്പോൾ മുഴുവൻ ആൾക്കാരും പറയുക, ഇപ്പോൾ ആ രാജ്യത്തേക്ക് ആരെ എടുക്കുന്നില്ല, വിസയൊക്കെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുക പോണോ വേണ്ടയോ. ദൈവം നിനക്ക് തന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധ്യമാണെങ്കിൽ ഒരു ചുവട് പുറകോട്ട് വച്ചേക്കല്ല്. അവിടെ എന്തൊക്കെ അഭിപ്രായം കേട്ടാലും മുന്നോട്ട് പോക്കോണം, രക്ഷപ്പെട്ടോണം. അഭിപ്രായം കേട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എളിയ ശുശ്രൂഷയാ ഡെയിലി ബ്ലെസ്സിങ് അല്ലെ നിയോഗ പ്രാർത്ഥന. രാവിലെ 5:30 ഞാനൊരു 10-16 പേരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ 16 പേരും എന്നോട് പറഞ്ഞു, അയ്യോ വേണ്ട 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 വേണ്ട, 5:30 ആരും എഴുന്നേക്കില്ല ചോ. വൈകുന്നേരം ഒരു 8:30 ആണെങ്കിൽ ശാപ്പാടിന് മുമ്പ് ആൾക്കാർ കേൾക്കും. എന്നോടാരും നല്ലത് പറഞ്ഞില്ല, എന്നോടാരും പോസിറ്റീവ് പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു 15 മിനിറ്റ് ആരും കേൾക്കില്ലച്ചോ. 5:30 ആരും 5:30 1,00,000 ആൾക്കാർ എഴുന്നേറ്റിരിപ്പുണ്ട്. 5:30 മനുഷ്യൻ ഇഷ്ടം പോലെ എഴുന്നേറ്റിപ്പുണ്ട്. ഓരോ ദിവസവും ലൈവ് ലക്ഷങ്ങൾ എഴുന്നേറ്റിരിപ്പുണ്ട്, കുടുംബമായി എഴുന്നേറ്റിരിപ്പുണ്ട്. നിങ്ങളതിൽ പങ്കെടുക്കുന്നവരാകാം. അന്ന് അവരുടെ വർത്താനം കേട്ടിട്ട് ഈ ശുശ്രൂഷ നടത്തിയില്ലായിരുന്നെങ്കിൽ പല ആശ്വാസവും അനുഗ്രഹവും വഴി തുറക്കുന്ന അനുഭവം പലർക്കും ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്നൊരു കാനാൻ ദേശത്തെത്തി നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് മനുഷ്യൻ പറഞ്ഞ കുറെ വാക്ക് കേട്ടിട്ട് തീരുമാനം എടുത്തോണ്ടല്ല, ദൈവത്തിന്റെ വാക്ക് കേട്ട് ചില ഡിസിഷൻ എടുക്കുമ്പോഴാ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുന്നത്, ഉയർച്ച ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോ പറയുക എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഓ ബിസിനസ്സോ, ആ ബിസിനസ് ഒന്നും വിജയിക്കുകയില്ല, അപ്പോഴേ ജീവൻ പോയി.
എല്ലാവരും ഈ ബലൂണ് സൂചി കുത്തി പൊട്ടിക്കുന്ന പോലെയാ, പൊട്ടിച്ചേ വിടത്തുള്ളൂ. ആരും നല്ലതാണെന്നൊന്നും പറയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ പറയും, ഇനി അങ്ങോട്ടും കൂടെ എഴുന്നള്ളാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. ഇനി നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാനാ? ഉള്ള പൈസ എല്ലാം കൊണ്ട് കളയാനാണോ പ്ലാൻ? എല്ലാത്തിനും ഇങ്ങനെ അവിടെ തടിയുള്ളവരുണ്ട്, അവിടെ അനാക്കിമിൻ്റെ ആൾക്കാരുണ്ട്, അവിടെ മുന്തിരി അത്തിപ്പഴമൊക്കെ ഉണ്ട്. പക്ഷെ പോയിട്ട് കാര്യമൊന്നുമില്ല, ചുറ്റും മതിലാണ്, ബ്ലോക്കാണ്. പക്ഷെ പ്രാർത്ഥനയുള്ളവർ പറഞ്ഞു മുന്നോട്ട് പോക്കോണം. അതുകൊണ്ടാണ് അവർ കാനാൻ ദേശത്തെത്തിയത്. 1 പ്രാവശ്യം തോറ്റവരുണ്ട്, 2 പ്രാവശ്യം തോറ്റവരുണ്ട്, 3 പ്രാവശ്യം തോറ്റവരുണ്ട്, 5 പ്രാവശ്യം ചില പരീക്ഷകൾ എഴുതി തോറ്റവരുണ്ട്. അപ്പോൾ ആരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്കത് കിട്ടിയേലടി, നിനക്കത് കിട്ടിയേലടാ, നീ വേറെ എന്തെങ്കിലും നോക്ക്. പലരും അഭിപ്രായം കേട്ട് തീരുമാനമെടുത്തു. നിങ്ങൾ അഭിപ്രായം മനുഷ്യരോട് ചോദിച്ചാലും തീരുമാനമെടുക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. ദൈവമാണ് നിനക്ക് തന്നതെങ്കിൽ അവിടെ അനാക്കിമിന്റെ ആളുകളുണ്ടേലും, അവിടെ മതിലുണ്ടേലും, അവിടെ ഇരുട്ടുണ്ടേലും, അവിടെ കടലുണ്ടേലും, അവിടെ ചെളിയുണ്ടേലും, നിന്നെ ദൈവം സേഫായിട്ട് സെക്യൂറായിട്ട് എത്തേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിരാശപ്പെട്ടിരിക്കില്ല. അവരെന്നോട് അങ്ങനാണല്ലോ പറഞ്ഞ്, എന്നാൽ പോകണ്ട, അവരങ്ങനെയാ പറയുന്നേ. എത്ര പേരാ മനുഷ്യൻ്റെ വാക്ക് കേട്ട് വീട് വെക്കാത്ത? എത്രയോ പ്രാവശ്യം പറഞ്ഞു, സുഹൃത്തെ അവിടെ വീട് വെക്ക്, എന്നാലും അപ്പുറത്തെ പുള്ളി പറഞ്ഞ കാര്യമാണ് പുള്ളിക്ക് വേദവാക്യമായിട്ടിരിക്കുന്നത്. ആരോ പറഞ്ഞു അവിടെ വെള്ളമില്ല, ആരോ പറഞ്ഞു അതിലെ പോക്കുവരവുണ്ടെന്ന് പുള്ളി എങ്ങനെയാണ് അറിഞ്ഞത്? ചിലർ നമ്മൾ പറയൂ അതിലേക്കൂടെ പോക്കുവരവുണ്ട്. രാത്രി 2:15 കിലികിലികിലാന്നൊരൊച്ച കേട്ടു. ഇയാളെങ്ങനെയാണ് കേട്ടത്? ഇയാൾ ആ സമയത്ത് പോത്ത് പോലെ കിടന്നുറങ്ങും. കിലികില ഒച്ച കേട്ടത് ചുമ്മാ അങ്ങ് അടിക്കുകയാണ്. ചുമ്മാ അടിക്കുന്ന വാക്കുകൾ കേൾക്കരുത്. ദൈവം നിനക്ക് തന്നതാണെ അവിടെ വീട് വെക്കും. ദൈവം തന്നതാണെങ്കിൽ ആ ഐശ്വര്യം ഞാൻ അനുഭവിക്കും. ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയാണ്, അവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കും. ദൈവം എനിക്ക് തന്ന വണ്ടിയാണെങ്കിൽ അത് എൻ്റെ കയ്യിൽ എത്തും. ഉറപ്പാണത്. ദൈവം എനിക്ക് തന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. ദൈവം എനിക്ക് തന്നതാണ്, ആ ജോലി എനിക്ക് കിട്ടും. ദൈവം എനിക്ക് തന്നതാണെങ്കിൽ ആ IELTS ഞാൻ പാസ്സാവും. ദൈവം എനിക്ക് തന്നതാണ്, ഇവിടെ നിന്ന് ഞാൻ പാടും. ദൈവം എനിക്ക് തന്ന ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കും. ദൈവം എനിക്ക് തന്നോണ്ടാ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ദൈവം തരുന്നിടത്ത്, ദൈവം ഒരുക്കിയെടുത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. വിശ്വസിക്കുന്നു? ഇതൊക്കെ ഒരു കഥയായിട്ട് തോന്നുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ മനുഷ്യൻ ഇങ്ങനെയാ. എല്ലാവരും അങ്ങനെയല്ലേ? ദുബായി പോയവർ പറയില്ലേ, നിങ്ങളൊന്നും അങ്ങോട്ട് വരണ്ട കേട്ടോ, ഫുൾ മണലാ അവിടെ, ചൂടെന്നൊക്കെ പറഞ്ഞ കടല വറക്കുന്ന ചൂടാണ്. പുള്ളി അവിടെയാ. പക്ഷെ പുള്ളി പറയാ ചൂടാന്ന്, അവിടെ മണലാണ്, അവിടെ കടല വറക്കുന്ന ചൂടാന്ന്. വേറെ അഭിപ്രായം കേട്ടിട്ടല്ല, അഭിപ്രായം കേട്ട് ഡിസിഷൻ എടുക്കല്. അഭിപ്രായം കേട്ടോ പ്രാർത്ഥനയിൽ. ഇത്രയൊക്കെ കേട്ടിട്ട് തിരിച്ചു പോന്നോ? 30-ാമത്തെ വാക്യം പറഞ്ഞേ. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കി. ശ്രദ്ധിച്ചോ? ജനത്തിന് ചുറ്റും കൂടി നിന്ന ജനങ്ങൾ പറയാ പോകണ്ട. ഇനി മുകളിലൊരു വാക്ക് പറയുന്നുണ്ട്, വീട്ടില് പോലെ ആയിപ്പോകും നമ്മുടെ അവസ്ഥയെന്ന്. വീട്ടില് പോലെ ഒന്നുമില്ലാണ്ടായി പോകും. അവർ വീട്ടിലെ പിടിച്ച് ഞെരിക്കുന്നത് പോലെ നമ്മളെ പിടിച്ച് ഞെരിച്ചു കളയും എന്ന് ജനം പറഞ്ഞപ്പോൾ മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു. കാലേബ് അനുഗ്രഹമുള്ള ഒരു മനുഷ്യന്റെ പേരാണ് കാലേബ്. കാലേബ് പറഞ്ഞു, എന്നാ പറഞ്ഞത്? നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. നമുക്ക് പോയി അത് കൈവശപ്പെടുത്താം. ദൈവം നമുക്കത് തന്നതാണ്. ഇത് നിങ്ങൾ പറയണം. അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അവിടെ എന്തോ പ്രശ്നമുണ്ട്, ആ സ്ഥലം മേടിക്കണ്ട, ആ രാജ്യത്ത് പോകണ്ട, ആ ജോലി വേണ്ട. ദൈവം നമുക്ക് തന്നതാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആര് പറഞ്ഞു? ഓരോ കാലബുമാരായി മാറണം. വിശ്വാസത്തിന്റെ
ആർജവമുള്ള വാക്കുകൾ പറയുന്ന കാലബുമാരാകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അത് ശരിയാകില്ല, അത് നടക്കത്തില്ല, നീ വെറുതെ ആ പണിക്ക് പോകണ്ട, ഇത് പറയാൻ വേണ്ടി അല്ല വാ തുറക്കുന്നത്. കാലേബിനെ പോലെ ദൈവം തന്നതാണെങ്കിൽ അത് നിന്റെ കയ്യിൽ ഇരിക്കും, അത് ഞാൻ കൈവശപ്പെടുത്തും. അത് വിശ്വാസത്തിന്റെ വാക്കെന്ന് മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ കാച്ചിക്കുറുക്കിയ ആർജവമുള്ള വാക്കുകളാണ്. അത് പറയാനാ ദൈവം മൈക്ക് തന്നിരിക്കുന്നത്, അത് പ്രസംഗിക്കാനാ ഇവിടെ കയറ്റി നിർത്തിയത്. ഇത് പറഞ്ഞു. അടുത്ത ഭാഗം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്, എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. നമ്മളെക്കാൾ ശക്തരാണെന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു. എന്ത് നൽകി? തെറ്റായ ധാരണ. തെറ്റായ ധാര. അത് ഇന്നും ഉണ്ട് അങ്ങനത്തെ ആൾക്കാര്. തെറ്റായതെല്ലാം പറഞ്ഞു, അവിടെ ശരിയല്ല, ആ ശരിയല്ല, ആ വീട്ടുകാർ ശരിയല്ല, ആ കല്യാണം നിങ്ങൾ നടത്തണ്ട, ആ ചെറുക്കൻ ശരിയല്ല, ആ പെണ്ണ് ശരിയല്ല. നമുക്ക് നല്ല ധാരണ തരുന്നവരല്ല, തെറ്റായ ധാരണ. മനുഷ്യന്റെ വാക്ക് കേട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. നമ്മൾ എന്തേലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ തെറ്റായ ധാരണകൾ നൽകി നമ്മളെ നിരുത്സാഹപ്പെടുത്തും. എന്നാൽ ശരിയായ തീരുമാനം പ്രാർത്ഥിച്ചെടുത്തോ. ഇന്ന് നടക്കുന്നത് കല്ലിലും മുള്ളിലും മണലിൽ കൂടെ ആണേലും നിന്നെ ദൈവം നല്ലൊരു കാനാൻ ദേശത്ത് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ഇനി ഇതൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്, ഈ വിഷയമൊക്കെ ഇനിയും കുറച്ച് നേരം കൂടെ പറയാനുണ്ട്. കാലബ് വസ്ത്രം കീറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ ആരും പോകണ്ട, വിട്ടില് പോലെ ആയിപ്പോവും നമ്മുടേന്ന്. 33-ാമത്തെ വാക്യം, നെഫീലീമിൽ നിന്ന് വന്ന അനാക്കിമിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിക്കാണും. അവിടെ ചെന്ന ഉടനെ വിട്ടിലിൽ ഞെരുക്കുന്ന പോലെ ഞെക്കിക്കൊല്ലും ഞങ്ങൾ. ഇതെല്ലാം കേട്ടിട്ട് അവർ പിറകോട്ട് പോയില്ല. അവർ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയപ്പോൾ അവർ കാനാൻ ദേശത്തെത്തി എന്ന് വേദപുസ്തകം പറയുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടെ, നിങ്ങളും അനുഗ്രഹമുള്ളൊരു കാനാൻ ദേശത്ത് എത്തും.